ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുണിമ മിസ് ആണ്. അപ്പൊ സ്കൂളൊക്കെ തുറന്ന് വീണ്ടും എല്ലാവരും അല്ലേ ആക്റ്റീവായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻസർ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എവിടെയൊക്കെയാണ് നിങ്ങൾക്കൊരു പോരായ്മ വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ ആ തെറ്റ് തിരുത്തി നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അടുത്ത കൊല്ലം നിങ്ങൾ 7ാം ക്ലാസ്സിലാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാം വരുന്ന ഇയർ ആണ്. UP സെക്ഷൻ്റെ അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ 6ാം ക്ലാസ്സിലെ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒക്കെ ഈ ബേസിക് സയൻസിൽ ടഫായിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മിസ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം ടഫായിട്ട് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണിത്. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്. കുറച്ച് ആളുകളെങ്കിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് തെറ്റിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഒന്നുമില്ല, പുനർനിർമ്മാണം അതേപോലെ തന്നെ പുനരുപയോഗം. ഇതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. പുനരുപയോഗവും പുനർനിർമ്മാണവും രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷെ എന്ത് ചെയ്യരുത്, എക്സാമിന് തെറ്റിച്ച് കളയരുത്. പുനർനിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൈക്ലിംഗ്. നമ്മളെടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പുനർനിർമ്മിച്ചെടുക്കുക ചെയ്യുന്നത്. അതായത് ആ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് അത് എന്ത് ചെയ്യും, ഒരു കെമിക്കൽ ചേഞ്ചിന് വിധേയമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു സാധനം ഉണ്ടാക്കിയെടുക്കും. നോക്കണേ, റീസൈക്ലിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വേസ്റ്റ് മെറ്റീരിയൽ ഇൻ ടു ന്യൂ പ്രോഡക്റ്റ് വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് നീഡ് ഓഫ് റോ മെറ്റീരിയൽ, കൺസേർവ് എനർജി ആൻഡ് ലോവർ പൊല്യൂഷൻ. It involves collecting, processing, remanufacturing items like paper, plastic, glass and materials into new goods, and it is a crucial part of waste management and എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കയ്യിലുള്ള പണ്ടത്തെയൊക്കെ സാധനങ്ങൾ, ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പാട്ട ആയിക്കോട്ടെ, പണ്ടത്തെ നോട്ട് ബുക്കുകളായിക്കോട്ടെ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കളക്ട് ചെയ്യാൻ വേണ്ടി ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവർ നമുക്ക് പൈസയും കൂടെ തരും. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലേ, ഇത് കൊള്ളാലോ ഏർപ്പാട്, നമ്മളെ വീട്ടിലെ വേസ്റ്റ് ഒക്കെ പോവുകയും ചെയ്യും, നമുക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടും, കൊള്ളാലോ പരിപാടി എന്ന് വിചാരിക്കും. അപ്പം ഇവരെന്തിനാ ഈ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഇവരെന്തിനാ കൊണ്ടുപോകുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ഈ പറയുന്ന പേപ്പറിൽ നിന്നും സാധനങ്ങളിൽ നിന്നൊക്കെ ഇവരെന്ത് ചെയ്യും, പുതിയ ഇത് കുറച്ച് കെമിക്കൽ ചേഞ്ചസിനൊക്കെ വിധേയമായിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് പുതിയ സാധനങ്ങൾ ഇവരുണ്ടാക്കിയെടുക്കും. ഇപ്പൊ പഴയ കാർഡ്ബോർഡ് അതേപോലെ തന്നെ പേപ്പറൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ആ കാർഡ്ബോർഡൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന കവേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്രിന്റിങ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ഇവരെന്ത് ചെയ്യും, ഈ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കും. അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് പോവുകയും ചെയ്യും. ഇത്തരത്തിൽ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ റോ മെറ്റീരിയൽസ് വേണ്ടേ? പലപ്പോഴും പേപ്പർ ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസ് പറയുന്നത് മരങ്ങളാണ്. അപ്പം മരങ്ങൾ വെട്ടി നശിപ്പിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും, എൻവയോൺമെന്റിന് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ മരങ്ങൾ പോവാന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച സാധനത്തിൽ നിന്നാണ് പുതിയ സാധനം ഉണ്ടാക്കുന്നത്, ന്യൂ പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ മാറ്റുന്നത്. അപ്പം എന്ത് ചെയ്യും, എൻവയോൺമെന്റിന് ഈ പറയുന്ന പ്രശ്നങ്ങളും ഇല്ല, കാരണം ചെടികളൊന്നും നമ്മൾ വെട്ടി നശിപ്പിക്കുന്നില്ല. ഓൾറെഡി ഉണ്ടായ സാധനത്തിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നു. അപ്പം അതെന്താണ്, വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതാണ് പുനർനിർമ്മാണം അഥവാ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഇനി അതേസമയം അല്ലെ, റീയൂസ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. അതായത് ഓൾറെഡി ഉള്ള സാധനത്തിന് അതിന് പർപ്പസ് മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇപ്പൊ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താ ചെയ്യുന്നത്, പ്ലാസ്റ്റിക് കുപ്പികൾ അതുപോലെ തന്നെ കുപ്പികളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട്, കുപ്പികൾ നമ്മൾ ഉപേക്ഷിച്ച സാധനങ്ങളായിരിക്കും അല്ലെ, പിന്നെ നമ്മൾ അതിനെ എന്താക്കി മാറ്റി, ഫ്ലവർ വേസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. നമ്മൾ അതിന് കൃത്യമായ വേറെ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെ, ഉള്ളതിനെ തന്നെ ചെറിയൊരു രൂപമാറ്റം വരുത്തി. ഇവിടെ തന്നെ നോക്കൂ നിങ്ങൾ, ടയറിലല്ലേ നമ്മളത് എന്ത് ചെയ്തു, പൂച്ചട്ടിയായിട്ട് മാറ്റി. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, പുനരുപയോഗിക്കുകയാണ് വിത്ത് എ ഡിഫറെന്റ് പർപ്പസ്. അതാണ് പുനരുപയോഗം, റീയൂസ് എന്ന് പറയുന്നത്. ഇതും എന്തിനെ സഹായിക്കുന്നുണ്ട്, പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ ദോഷമാക്കുന്നതിലും നല്ലതാണ് അതിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതാണ് റീയൂസ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പൊ രണ്ടും ക്ലിയർ ആണല്ലോ. അപ്പൊ ചെറിയ ടോപ്പിക്കാണ്, കൺഫ്യൂഷൻ വരരുത്. സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ
മനസ്സിലാക്കുക, അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പൊ ടോപ്പിക്കുകൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലെ എല്ലാ ടോപ്പിക്കുകളും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ബാച്ച് ആണ് വജ്ര ബാച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഏർലി ബേർഡ് ഓഫർ കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മുടെ എൻ ഗെയിം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. കാരണം എന്താ, ഇപ്പൊ നമുക്കൊരു 15% ഓഫ് വരുന്നുണ്ട്. XEG15 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പുകളിലും ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, പഠനം ഒന്നുകൂടെ മെച്ചപ്പെടുത്താം, അടിപൊളിയായിട്ടിരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് നൈറ്റ് മക്കളെ, ബൈ.